യേശു പറയുന്നു, എൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. യഹൂദർക്ക് അത് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് വചനമനുസരിച്ച് ജീവിച്ചാൽ നിത്യജീവൻ ഉണ്ടാകുന്നത്? ഇതാ, ഞങ്ങളുടെ പിതാവായ എബ്രഹാം മരിച്ചിട്ടുണ്ട്, ഇസഹാക്ക് മരിച്ചിട്ടുണ്ട്, യാക്കോബ് മരിച്ചിട്ടുണ്ട്, എല്ലാ പ്രവാചകനും മരിച്ചുപോയി. പിന്നെ എങ്ങനെയാണ് നിത്യജീവൻ ഉണ്ടാകുന്നത്? ഈശോ പറയുന്നത് പുതിയ നിയമമാണ്. ഈശോയുടെ വചനമനുസരിച്ച്, ദൈവമാകുന്ന ഈശോയുടെ വചനമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. കാരണം ഈശോ അത് ഒരുക്കി കഴിഞ്ഞു. മനുഷ്യരുടെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോ ആണ് ഈ വാഗ്ദാനം നമുക്ക് നൽകുന്നത്. വചനമനുസരിച്ച് ജീവിച്ചാൽ നിത്യജീവനുണ്ട്. നമ്മളും ആ വചനമനുസരിച്ച് ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം നന്നായി ഉപയോഗിക്കുക. അതുതന്നെയാണ് യേശു ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വചനമനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ തുടർ ജീവിതം, നിത്യജീവിതം അത് യേശുവിനോടൊപ്പമായിരിക്കും. ഹല്ലേലൂയ.